കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണയിൽ മുഖാമുഖം വെച്ചിരുന്നു. അപ്പോൾ അതിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ മന്തിഖ് എന്ന കിതാബ് പഠിക്കാൻ പാടില്ല, അത് ശുചീകരണത്തിനൊക്കെ ഉപയോഗിക്കാം, അതിൽ തെറ്റൊന്നുമില്ല എന്ന് ആ കിതാബ് ഉദ്ധരിച്ചിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താ ആണ് എന്ന് അറിയേണ്ടത്. പിന്നെ ഈ കിതാബ് പഠിക്കൽ നമ്മളെ മതപരമായിട്ട് എത്രത്തോളം ആവശ്യമുള്ളതാണ് എന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മന്തിക്കിൻ്റെ കിതാബ് അത് പഠിക്കൽ ഹറാമാണ് എന്നും അതുകൊണ്ട് മനോഹരം ചെയ്യാൻ അനുവദനീയമാണ് എന്നുമൊക്കെ അത് പറയുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ നമ്മുടെ പള്ളി ദർസുകളിലൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന മന്തിക്കിൻ്റെ കിതാബുകളെ സംബന്ധിച്ചൊന്ന് നോക്കുമ്പോൾ ആ കിതാബുകളൊക്കെ വലിയ പർവ്വത സമാനരായ പണ്ഡിതന്മാര് രചിച്ച ഗ്രന്ഥങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാനായ ഇമാം അബൂ ഹാമിദിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മിഅ്യാറുൽ ഇൽമ് എന്ന് പറയുന്ന ഒരു മന്തിക്കിൻ്റെ കിതാബ് മഹാനവർകൾക്കുണ്ട്. അതുപോലെ തന്നെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഉണ്ടാക്കിയതാണ് അൽ മന്തിഖുൽ കബീർ എന്ന് പറയുന്ന മന്തിക്കിൻ്റെ ഗ്രന്ഥം. അതുപോലെ അബുൽ ബറക്കാത്തുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ തുടങ്ങി നമ്മൾ ദർസുകളിൽ ഓതുന്ന ശർഹ് തഹ്ദീബ്, അതിൻ്റെ മത്തിന് തഹ്ദീബ് ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ അതുപോലെ തസ്രീഹ് മന്തിഖ്, ഖുതുബി, ഇതൊക്കെ ഉണ്ടാക്കിയ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ. തസ്രീഹ് മന്തിഖ് നമ്മുടെ ദർസിൽ ഓതുന്ന ചെറിയൊരു ഗ്രന്ഥമാണ്, മന്തിക്കിൻ്റെ കിതാബാണ്. അത് ഉണ്ടാക്കിയത് മുഹമ്മദ് ഇർത്തള അലി ഖാൻ എന്ന് പറയുന്ന മഹാനവർകൾ വലിയ സൂഫി വര്യനായിരുന്നു എന്ന് അവരെ സംബന്ധിച്ച് പറയുന്ന കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെ പറ്റി പറയുന്നത് തന്നെ ഹുവ ശൈഖുൽ ഇമാം അൽ ആലിമുൽ ഫഹാമ മൗലാന മുഹമ്മദ് ഇർത്തള അലി ഖാൻ അൽ ഖാരി അസ്-സൂഫി അൽ ബുഖാരി ഇബ്നു അല്ലാമ ഖുദ്വത്തുൽ ഉലമാ അശ്ശൈഖ് അഹ്മദുൽ ജൂഫാമി അൽ മദവി ബി ഖാലിൽ ഖുലാത്ത്. വലിയ സൂഫി വര്യനായ മഹാനായിരുന്നു അവർ. അവരെ പറ്റി തന്നെ പറയുന്നത് ഇങ്ങനെ ത്വരീഖത്തുകളൊക്കെ സ്വീകരിച്ച വലിയ മഹാനാണ് ഈ തസ്രീഹ് മന്തിഖ് രചിച്ച മഹാനവർകൾ. അവര് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗം പിടിപെട്ട് കപ്പലിൽ വെച്ച് മരിക്കുകയാണ്. അന്നത്തെ ആദത്ത് പ്രകാരം കപ്പലിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവരെ കടലിലേക്ക് ഇടുക എന്നുള്ളതാണ് അതിൻ്റെ സ്വഭാവം. അന്നത്തെ ഉറുഫ് അങ്ങനെയാണ്. അങ്ങനെ മഹാനവർകളുടെ കൂടെയുള്ള ശിഷ്യൻ മരണാനന്തര കർമ്മങ്ങൾ മുഴുവനും നിർവഹിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇർത്തള അലി ഖാൻ എന്നിവരെ കടലിലേക്ക് ഇടുകയാണ്. ദിവസങ്ങളോളം കഴിഞ്ഞതിന്റെ ശേഷം അത് കരക്കണയുകയാണ്. അവിടുത്തെ ശരീരത്തിനോ കഫം മുടക്കോ യാതൊരു തകരാറുമില്ല. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അങ്ങനെ നോക്കുമ്പോ ഇത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇർത്തള അലി ഖാൻ എന്ന് പറയുന്ന ആളാണ്. മഹാനവറുകളുടെ നെറ്റിയിൽ റഹ്മാനിയായ ഹർഫുകൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആ ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ വലിയ കറാമത്തുകളൊക്കെ ഉള്ള മഹാന്മാരായ ആളുകളാണ് ഈ മന്തിക്കിന്റെ കിതാബുകളൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ പഠിക്കൽ ഹറാമാണ് എങ്കിൽ ഇങ്ങനത്തെ കിതാബുകൾ ഉണ്ടാക്കുമോ? ഇത്ര വലിയ സൂഫികളായ ആളുകൾ. ഇനി നമ്മൾ നോക്കുക, നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞു പോയ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ, ഔലിയാക്കൾ, അവരൊക്കെ ഈ വിഷയം, ഈ മന്തിക്ക് അവരുടെ ദർസുകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ലേ? ബഹുമാനപ്പെട്ട ശൈഖുനാ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവര് ശർഹ് തഹ്ദീബ് ഓതിക്കൊടുത്തിരുന്നു. അവരുടെ പക്കൽ നിന്ന് ഞാൻ ശർഹ് തഹ്ദീബ് ഓതിയിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഇനി വേണമെങ്കിൽ നമുക്കത് കേൾക്കാമോ?
പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 5 കൊല്ലം ഷെയ്ഖുന അടുത്ത് ഓതിയില്ലേ? 5 കൊല്ലം ഏതൊക്കെ കിതാബ് ഓതിയെന്ന് അറിയോ? ഓർമ്മയുണ്ടോ? ആദ്യം തഫ്സീർ, ഷെയ്ഖുനയുടെ തഫ്സീർ ഓതിയത്. തഫ്സീർ ഓതി. ആ, പിന്നെ ശറഅ് തജീബ്, മാഷാ അല്ലാഹ്. പിന്നെ അത് നിങ്ങളുടെ ക്ലിപ്പാണ്. ശറഹ് തഹ്ദീബ് അദ്ദേഹം ഓതിയത് CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളിൽ നിന്നാണ്. അപ്പൊ അത് പറയുമ്പോൾ പല ആൾക്കാരും പറയും അതിപ്പോ ഓതിക്കൊടുക്കണ കാലത്തല്ലേ, പിന്നീട് മഹാനവർകൾ വലിയായി പിന്നെ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കണ്ട. മഹാനവർകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കൂലി പ്രഭാഷകന്മാർ പറഞ്ഞത് അതൊന്ന് കേട്ടു നോക്കി. പിന്നീട് ദർസ് ഒഴിവാക്കുകയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ശൈഖുനായിൽ നിന്ന് വലിയ കറാമത്തുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ, കാരണം അവര് പിന്നീടെന്നോ വന്നു വലിയായവരല്ല. ബാബാ മുദൂവിന്ന് കുത്തുബായി വന്നോവർ, വാപ്പയുടെ മുതുകിലായിരിക്കെ തന്നെ കുത്തുബായനാണ്. അല്ലേ? അപ്പൊ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ശൈഖുനാ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കുത്തുബായിരുന്നു എന്നാണ്. അപ്പൊ കുത്തുബായി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ മന്ദിക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഇത് ഹറാമായിരുന്നു എങ്കിൽ പിന്നെ CM വലിയുല്ലാഹിനെ സംബന്ധിച്ച് എങ്ങനെ മുദബ്ബിറുൽ ആലം കുത്തുബുൽ ആലം എന്നൊക്കെ പറയാം? ഹറാം ചെയ്തുകൊണ്ടിരുന്ന ആള് കുത്തുബാവോ? ഇനി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ മഹാനവറുകളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? മഹാനവറുകള് അവിടുത്തെ സ്മരണയിൽ നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് എഴുതുന്നത് നോക്കാം. ബഹുവന്യരായ വലിയുല്ലാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ കൂടുതൽ ആളുകൾക്കും ഒരു വലിയ മാത്രമാണെങ്കിൽ എനിക്ക് ഒരു ഉസ്താദ് കൂടിയാണ്. ചെറിയ ഉസ്താദ് എഴുതാണ്. ബഹുവന്യരായ ഖമറുൽ ഉലമ AP ഉസ്താദിന്റെ അടുക്കൽ കോളിക്കലിൽ ഞാൻ പഠിക്കുന്ന കാലം ഒരു ദിവസം കുത്തുബി ദർസ് നടക്കുന്ന സമയത്ത് വടകര ഊറ് കടന്നു വന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. AP ഉസ്താദ് എഴുന്നേറ്റുകൊണ്ട് തന്റെ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുത്തു. അപ്പൊ ഓറ് ചോദിച്ചു, വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ ചോദിച്ചു, ഏതാ ഓതുന്നത്? AP ഉസ്താദ് പറഞ്ഞു കുത്തുബി. എല്ലാവരും കൂടി മറുപടി പറഞ്ഞു കുത്തുബിയാണ് ഓതുന്നത്. ഉടൻ ചോദിച്ചു, മീർ കുത്തുബി ഓതുന്നില്ലേ എന്ന് പറഞ്ഞ മന്ദിക്കിന്റെ കിതാബുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് കുത്തുബി. അത് ഓതുമ്പോ അതിന്റെ കൂടെ മീറ് കൂടി ഓതുക എന്നതുണ്ട്, ഓതലുണ്ട്. അപ്പോ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ ചോദിക്കുക, മീറ് ഓതലില്ലേ? അങ്ങനെ ശേഷം അരമണിക്കൂറോളം ഞങ്ങൾക്ക് മീറ് കുത്തുബി ഓതിത്തന്നു എന്ന് ചെറിയ ഉസ്താദ് പറയാണ്. അപ്പോ കുത്തുബി മന്ദിക്കിന്റെ കിതാബാണ്. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ അത് ഓതിക്കൊടുക്കാണ്. നേരത്തെ പറഞ്ഞ മാതിരി അത് ഓതിക്കൊടുക്കലും പഠിക്കലും പഠിപ്പിക്കലൊക്കെ ഹറാമാണ് എന്ന് പറയുകയാണെങ്കിൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പാപ്പ അത് ഓതിക്കൊടുക്കോ? ഇനി നോക്ക്, ബഹറുൽ ഉലൂം ശൈഖുനാ OK ഉസ്താദ്. എത്ര പണ്ഡിതന്മാർക്കാണ് മഹാനവർകൾ ഈ മന്ദിക്കിന്റെ കിതാബുകൾ ഓതിക്കൊടുത്തിട്ടുള്ളത്. ഇന്നും ഇഹ്യാ സുന്നയിൽ മന്ദിക്കിന്റെ കിതാബുകൾ ഓതിക്കൊടുക്കുന്നുണ്ട്. ഞാനും ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ അടക്കം ഒരുപാട് പണ്ഡിതന്മാര് അവിടുന്ന് അത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ അതൊന്നും അനുവദനീയമല്ല, ഹറാമാണ് എങ്കിൽ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം OK ഉസ്താദ് അതിന് അനുവദിക്കുമോ? മഹാനവർകൾ ഓതിക്കൊടുക്കുമോ? ഇനി ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ പാപ്പ, ആ ഉള്ളാൾ തങ്ങൾ പാപ്പ തന്നെ നമ്മോട് പറഞ്ഞിട്ടില്ലേ ശറഅത്ത് ഓതുന്നതിനെ സംബന്ധിച്ച്? അത് ഒന്ന് കേട്ടു. ശറഅത്ത് ഓതിയാൽ ആ ശറഅത്ത് ഇപ്പൊ മന്ദിക്കലുള്ള കിതാബ. പക്ഷെ അതാണെങ്കിലും അതിൽ എത്ര ഇൽമുണ്ടെന്നറിയോ? അതൊക്കെ നമ്മൾ പഠിക്കണം. അതിനൊക്കെ അർത്ഥം കൽബിൽ വേണം. ഒരു ശറഅത്ത് ഓതിയാൽ ആ ഇൽമൊക്കെ നമ്മൾ പഠിക്കണം, അതൊക്കെ നമ്മുടെ കൽബിൽ ഉണ്ടാവണം എന്നാ പറഞ്ഞേ. ഈ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെ സംബന്ധിച്ച് നേരത്തെ ആ കുരുവട്ടൂരി സമ്പാദിച്ച ചില ആളുകൾ എന്തൊക്കെ പറഞ്ഞു നടന്നിരുന്നു. മഹാനവർകൾ വലിയാണ്, ഔലിയാക്കളുടെ നേതാവാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ക്ലിപ്പുകൾ കയ്യിലുണ്ട്. അതൊന്നും ഇടാത്ത സമയമല്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാലോ. അവന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്കറിയാലോ ആരാണ്. ആ താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ പാപ്പൊക്കെ ഈ മന്ദിക്ക് ഓതിക്കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ പിന്നെ അത് ഹറാമാണെന്ന് പറയാൻ പറ്റും? എന്നാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുരുവട്ടൂര് സമ്പാദിച്ച ചില ആളുകൾ ആ മന്ദിക്ക് ഓതുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. നേരെ മകൻ അവരെ മഹാനരായ അബ്ദുൽ അസീസ് തങ്ങൾ, മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ
നേരെ മകൻ അവരെഴുതിയ ശറഹാദ് മസ്ലഖുൽ അത്ഖിയാൽ. ഇതിന് മഹാൻ പറയുന്നത് നോക്ക് നിങ്ങൾ, ഫഇന്നൽ മന്തിഖ മൻഹിയുൻ അൻഹു മുത്ലഖാ. കാരണം ഈ മന്തിഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികം അത് വിലക്കപ്പെട്ടതാണ്. നിങ്ങൾ മഹാനായ അബ്ദുൽ അസീസ് നിരുപാധികം അത് വിലക്കപ്പെട്ടതാണ്. ഇനിയുണ്ട് വേറെ ഒരു മൗലവി പറയുന്നുണ്ട്, അത് പമ്പേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. അതിൽ അവൽ ആഖിർ പേജാണ്ട് പറിച്ച് ഒഴിവാക്കിയാൽ അത് പമ്പേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മളവിടെ സമീപകാലത്ത് ഏഴാകൂടം കിതാബ് കയറിയപ്പോ കിതാബ് മൊത്തത്തിലല്ല, ഏത് നമ്മൾ മുമ്പൊക്കെ പറയാം ഈ മന്ദിരത്തിന്റെ ഏഴാകൂടം കിതാബുകള്, കാര്യമില്ലാത്ത ഓരോ പന്നുകള് മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാന്നല്ലാതെ അതിന്റെ അവലാഹർ പേജ് ചീന്തിക്കളഞ്ഞാൽ അവലാഹറിൽ ചിലപ്പോ ബിസ്മി ആമത്തൊക്കെ സലാത്തൊക്കെ ഉണ്ടാവും. ബാക്കി കഴിഞ്ഞ ആ പേജ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ കുട്ടികളെ പമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ല, കാരണം വേറെ ഒന്നും ഇല്ല, അത് മനോരമ പേപ്പർ ഒരേ മാതിരിയായി. ഇനി ധാരാളം ക്ലിപ്പുകൾ ഇതുപോലത്തതുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഇതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ എന്തു പറയുന്നു അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അതിക്കിയക്ക് സയ്യിദുൽ ബക്കരി തങ്ങൾ ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് കാണാം, ലമ്മ ബയ്യനമാ യുഹ്താജു ഇലൈഹി മിനൽ ഉലൂമി അഖബഹു ബിന്നഹി അൻ ഇൽമിൽ മന്തിഖ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഓതാൻ പാടില്ലാത്ത മുഹ്താജുൻ ഇലൈഹി ആയ ഇൽമുകൾ ഏതൊക്കെയാണ്, ഓതാൻ പറ്റിയത് ഏതൊക്കെയാണ് എന്ന് വിശദീകരിച്ചതിന്റെ ശേഷം അഖബഹു ബിന്നഹി അൻ ഇൽമിൽ മന്തിഖ്, ഇൽമുൽ മന്തിക്കിനെ തൊട്ട് നഹി ചെയ്യുന്ന വിഷയമാണ് പിന്നീട് കൊണ്ടുവന്നത്. അതുപോലെ വാനി തവ്വഹൂലി ഫി ഇൽമുൽ കലാം, ഇൽമുൽ കലാമിൽ ആണ്ട് പൂണ്ട് അതിൽ തന്നെ സമയം ചെലവഴിച്ച് പഠിക്കുന്നതിനെ തൊട്ടും നഹി ചെയ്യൽ കൊണ്ടുള്ള വിഷയം കൊണ്ടുവന്നു. ഫഖാല, എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ലാ തഗ്തരിർ എന്ന് പറഞ്ഞിട്ട് ആ ബൈത്ത് പറയാണ്. ഇവിടെയാണ് സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ തകുൻ മഖ്ദൂഅൻ ബിവുഖൂഇ അഹ്ലി സമാനിന, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആളുകളെ സംഭവിച്ചു എന്നതുകൊണ്ട് ഇനി വഞ്ചിതനായി പോകരുത്. എന്തിൽ? ഫീ ത്വലബി ഇൽമിൽ മന്തിഖ്, ഇൽമുൽ മന്തിഖിനെ തേടുന്നതിൽ അങ്ങേയറ്റം അവര് ആണ്ടുപൂണ്ടുപോയി എന്നതുകൊണ്ട് നീ വഞ്ചിതനാവരുത് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, വൽ മുറാദു, ഈ മന്തിക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അങ്ങനെ ഇൽമുൽ മന്തിക്കിൽ ആണ്ടുപൂണ്ട് പഠിച്ച് അതിൽ നീ വഞ്ചിതനാകരുത് എന്ന് പറഞ്ഞ ആ മന്തിക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ മഖ്ലൂത്തു ബി ദലാലാത്തിൽ ഫലാസിഫത്തിൽ മുക്കഫിറത്തി വഗൈരിഹാ, തെറ്റായ ഫലാസിഫകള് കാഫിറാക്കുന്ന രീതിയിലുള്ളത് വരെയുള്ള ഫലാസിഫകൾ കലർന്നതായ മന്തിക്ക്, ആ മന്തിക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പാടില്ല, ഹറാമാണ്, മൻഹിയുൻ അൻഹു ആണ് എന്ന് പറഞ്ഞ മന്തിക്ക്. അത് ഏത് മന്തിക്ക? ഫലാസിഫ, തെറ്റായ ഫലാസിഫകൾ കലർന്നതായ മന്തിക്കാണ് പഠിക്കാൻ പാടില്ലാത്തത്. എന്നാൽ അമ്മൽ മന്തിക്കുൽ ഖാലി അൻ ദാലിക, ആ തെറ്റായ ഫലാസിഫകളൊന്നും ഇല്ലാത്ത അതിനെ തൊട്ട് ഖാലിയായ മന്തിക്കാകുന്നത് ഫലാ യുൻഹാ അൻഹു, അതിനെ വിരോധിക്കപ്പെട്ടിട്ടില്ല. ബൽ എന്നല്ലഹു മത്ലൂബുൻ, അത് മത്ലൂബായ കാര്യമാണ്, അത് പഠിക്കേണ്ട കാര്യമാണ് എന്നാണ് സയ്യിദുൽ ബക്കരി തങ്ങൾ പറയുന്നത്. എന്നിട്ട് അതില് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്, ഇനി അതിലേക്ക് പോകുന്നില്ല. അതുപോലെ ബഹുമാനപ്പെട്ട മുഹിബുല്ലാഹിൽ ബിഹാരി അവരുടെ സുല്ലമിന് ഒരു ശറഹുണ്ട്, മല്ലവി സുല്ലം. അതിൽ തന്നെ പറയുന്നുണ്ട് മന്തിക്ക് രണ്ട് തരം മന്തിക്കുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ വയലും അന്നൽ മന്തിക്ക കിസ്മാനി, മന്തിക്ക് രണ്ട് ഇനമുണ്ട്. ഒന്ന് കിസ്മുൻ ഖാലിൻ അൻ സുബഹിൽ ഫലാസിഫ, ഫലാസിഫയെ തൊട്ടൊക്കെ ഒഴിവായ ഒരു ഇനം. ഹാദൽ കിതാബ് എന്നിട്ട് പറയാ ഈ സുല്ലമ് പോലെ. അതുപോലെ മുഖ്തസറിൽ ഇമാം സനൂസി തങ്ങളുടെ മുഖ്തസർ പോലെ എന്ന് പറഞ്ഞിട്ട് പറയാണ് ഫഹാദ ലാ ഖിലാഫ ഫീ ജവാസിഹി,
ഈ ഒരു ഇനം മന്ദിക്ക് പഠിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല, അതിൽ ഖിലാഫന്നല്ല. പഠിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള ഒരു ഖിലാഫ് തന്നെ ഈ വിഷയത്തിലില്ല. അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു വലാ യസുദ്ദു അൻഹു ഇല്ലാ മൻ ലാ മഅഖൂല ലഹു. അത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ തൊട്ട് തടഞ്ഞു വെക്കൂല. ഇല്ലാ മൻ ലാ മഅഖൂല ലഹു, ബുദ്ധിയില്ലാത്ത ആളുകളല്ലാതെ അതിനെ തടയൂല. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത്. തീരെ ബുദ്ധിയില്ലാത്ത ദുർബല ബുദ്ധി എന്ന് പറയാൻ തന്നെ പറ്റൂല. അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഇപ്പൊ ഇത് ഹറാമാണ്, പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്നത്. കാരണം ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ എത്ര എത്ര വലിയ വലിയ മഹാന്മാരാണ് ഈ മന്ദിക്കൊക്കെ ഓതി കൊടുത്തതും ഈ കിതാബ് ഉണ്ടാക്കിയൊക്കെ. പിന്നെ അതിനെ സംബന്ധിച്ച് അത് ഹറാമാണ്, മൻഹിയുൻ അൻ മുത്ലഖാ എന്ന് വലിയ ഒച്ച ഉണ്ടാക്കിയാണ് പറയുമ്പോത്തിന് ഇത് ഹറാമാകുമോ? അപ്പൊ ആ ഹറാമാകും എന്ന് പറഞ്ഞ മന്ദിക്ക് ഏതാത് വിശേഷം പറയണ്ടേ? ഏതായാലും ഈ മന്ദിക്കിനെ സംബന്ധിച്ച് ഫലാസിഫ കലരാത്ത നമ്മൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മന്ദിക്ക് ഒരിക്കലും ഹറാമല്ല, അത് ജായിസാണ് എന്ന വിഷയത്തിൽ ഒരു ഖിലാഫുമില്ല. എന്നാൽ അൽ ഖിസ്മുസാനി രണ്ടാമത്തെ ഇനം അത് മുഖ്തലത്തുൻ ബി സുബഹിൽ ഫലാസിഫ, അത് ഫലാസിഫ കലർന്ന മന്ദിക്കാണ്. വഹാദാ ഹുവല്ലദീ ജറാഫിൽ ഇസ്തിഗാൽ ബിഹി ഖിലാഫുൻ. അതിലാണ് ആ ഫലാസിഫ, തെറ്റായ ഫലാസിഫ കടന്നുകൂടിയ ആ മന്ദിക്ക് പഠിക്കുന്നതിലാണ് ഖിലാഫുള്ളത് എന്ന് വല്ലവി സുല്ലം പറയുന്നു. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരം ചെയ്യാൻ പറ്റുമോ? അതിനിപ്പോ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഏതുകൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റൂല എന്ന് ഉറപ്പല്ലേ? ഖിലാഫില്ലാത്ത നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മന്ദിക്ക് അതുകൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റൂല ഉറപ്പല്ലേ? അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ലൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് സർവാനിയിലും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മനോഹരം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് മുഹ്തറമായ സാധനങ്ങളെ കൊണ്ടൊന്നും മനോഹരം ചെയ്യാൻ പറ്റൂല. ആ മുഹ്തറമായ ഇൽമ് ഏതുപോലെ? മന്ദിഖ് പോലെ, അതുപോലെ തിബ്, ഇൽമുൽ മന്ദിഖ്, ഇൽമു തിബ്, ഇത് രണ്ടും മുഹ്തറമായ ഇൽമാണ്. അത് എഴുതപ്പെട്ടതായ പേപ്പർ ഉപയോഗിച്ച്, കടലാസ് ഉപയോഗിച്ച് അതുകൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റൂല. എങ്ങനത്തെ മന്ദിക്കും തിബുമാണ് ഖലയാ അൻ മഹദൂരിൻ. നേരത്തെ പറഞ്ഞ ഫലാസിഫകളൊക്കെ തൊട്ട് അപകടങ്ങളെ തൊട്ടൊക്കെ രക്ഷപ്പെട്ടതായ ഒഴിഞ്ഞതായ ഇൽമുൽ മന്ദിഖും ഇൽമു തിബും. എന്നിട്ട് ആ ഫലാസിഫയും മഹദൂറൊന്നും ഇല്ലാത്ത ഇൽമുൽ മന്തിഖ് ഏതാണ്, അല്ലെങ്കിൽ ഇൽമു തിബ് ഏതാണ്? മഹാനവർകൾ പറയാണ് കൽ മൗജൂദൈനിൽ യൗം, ഇന്ന് നമ്മുടെ ഇടയിലുള്ളതായ, നമ്മൾ ഇന്ന് എത്തിക്കപ്പെട്ടതായ മന്ദിക്ക് പോലെ എന്നാ പറഞ്ഞേ. ഇബ്നു ഹജർ ലൈതമി തങ്ങളുടെ കാലത്ത് ഉള്ള മന്ദിക്കിനെ പറ്റിയാ പറഞ്ഞേ. അപ്പൊ അന്നുള്ള ആ മന്ദിക്കിൽ ഏതില്ല? ഇത്തരം മഹദൂറായ അപകടകരമായ ഒരു വിഷയവും ഇല്ലാന്ന്. എന്നിട്ട് പറയാനില്ല അന്ന തഅല്ലുമഹുമാ ഫർദു കിഫായത്തിൻ. അപ്പൊ ഈ ഇൽമുൽ മന്ദിഖും അതുപോലെ ഇൽമു തിബും പഠിക്കൽ ഫർള് കിഫയാണ്, ഹറാമാണ്, പാടില്ല. മൻഹിയുൻ അൻഹു മുത്ലഖൻ എന്നല്ല, ഫർള് കിഫയാണ് അത് പഠിക്കൽ. കാരണം എന്താ? ലിഉമൂമി നഫ്ഇഹിമാ, അത് രണ്ടിന്റെയും ഉപകാരം ആമാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും പഠിക്കണം എന്നാണ് മഹാനായ ഇബ്നു ഹജർ ലൈതമി തങ്ങൾ പറയുന്നത്. അതേ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഇംദാദിൽ പറഞ്ഞത് സർവാനി അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞത് അവിടെ പറയുന്നുണ്ട് ഖാല ഫിൽ ഇംദാദി ബൽ ഹുവ അയ്യൽ മന്ദിഖ് അലാഹാ ഐ അൽ ഉലൂമിൽ ആലിയ. ശറഈയ ഇൽമിന്റെ ആലത്തുകളായി വരുന്ന ഒരുപാട് ഇൽമുകളുണ്ട്. അതിൽപ്പെട്ടാണ് നഹ്വ്, സർഫ് ഒക്കെ. അതിൽപ്പെട്ട ഒന്നാണ് ഇൽമുൽ മന്തിഖ്. ആ ഇൽമുൽ മന്തിഖ് എന്നത് ഈ ആലത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ആലയാണ്, ഏറ്റവും മേലെയായത് ഈ ഇൽമുൽ മന്തിഖാണ് എന്ന് ഇബ്നു ഹജർ ലൈതമി തങ്ങൾ പറയാണ്. എന്നിട്ട് പറയുന്നു അപ്പൊ പിന്നെ അപ്പം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലെ ഇബ്നു സലാഹ് തങ്ങളൊക്കെ അതുകൊണ്ട് മനോഹരം ചെയ്യാം എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ അത് ഹറാമാണ്, പഠിക്കാൻ പാടില്ല എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. ആ ഫത്വ ഒക്കെ എന്താണ്? ആ ഫത്വകളാകുന്നത് അത്
അവ ഇഫ്താഉൻ നാവി കബിൻ സ്വലാഹി ബിജവാസിൽ ഇസ്തിൻജാഇ ബിഹി യുഹ്മലു അലാ മാ കാന ഫീ സമനിഹിമാ. അതിന് ഏതിന്റെ മേൽ ഹംല് ചെയ്യപ്പെടണം? അവർ രണ്ടാളുടെയും കാലത്തുണ്ടായിരുന്ന ആ മന്ദിക്കിന്റെ മേൽ ഹംല് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ദലാലത്തുകൾ അടങ്ങിയ മഹദൂറാത്തുകളുള്ള ഫനാസിഫ കലർന്ന ആ മന്ദിക്കാണ് മഹാനവർകൾ പഠിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞത്. അതുപോലെ അതുകൊണ്ട് മനോഹരം ചെയ്യൽ അനുവദനീയമാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇന്ന് ഈ കാലത്തുള്ള മന്ദിക്കിന്റെ അവലും ആഖിറും ചീന്തിക്കളഞ്ഞ് ബാക്കിയുള്ളത് കൊണ്ട് പമ്പേസായി ഉപയോഗിക്കാം, ഒരിക്കലും അങ്ങനെ മഹാന്മാർ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നു അതെന്താ അന്നത്തെ കാലത്ത് ആ മന്ദിക്കിന്റെ മേലില് അതിനെ ഹംല് ചെയ്യണം എന്ന് പറയാൻ കാരണം മിൻ ഖൽത്തിൻ കസീരിൻ മിൻ കുതുബിഹി ബിൽ ഖവാനീനിൽ ഫൽസഫിയത്തിൽ മുനാബദത്തിൽ ശറാഇഹി. അന്ന് ശരീഅത്തിനോട് എതിരായ ധാരാളം കാര്യങ്ങൾ അതിൽ കടന്നുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്നിട്ട് പറയുന്നു ബി ഖിലാഫിൽ മൗജൂദിൽ യൗം, ഇക്കാലത്തുള്ള ഇൽമുൽ മന്തിക്കിനിക്ക് എതിരായിട്ട്. കാരണം അതിലിങ്ങനെ ഫലാസിഫ കാരണം ഒന്നുമില്ല എന്ന് മാത്രമല്ല വലാ മിമ്മാ യുഅദ്ദാ ഇലൈഹി, അതിലേക്ക് ചേർക്കുന്ന ഒരു കാര്യം അതുമില്ല. എന്നാൽ അതിലേക്ക് ചേർക്കുന്ന അതിലേക്ക് ചെന്ന് ചേരാൻ പറ്റുന്ന വല്ലതുണ്ടോ? അതും ഈ ഇന്നത്തെ കാലത്ത് മന്ദിക്കിലില്ല. എന്നിട്ട് മാനവർകൾ പറയാണ് ഫകാന മുഹ്തറമൻ, അതുകൊണ്ട് തന്നെ ഇൽമുൽ മന്ദിക്ക് അത് മുഹ്തറമാണ്. ബൽ എന്നല്ല ഫർളു കിഫായത്തിൻ, അത് ഫർളു കിഫയാണ് എന്ന് മാത്രമല്ല ബൽ ഫർളു ഐനിൻ, ഇൽമുൽ മന്ദിക്ക് പഠിക്കല് ഫർളു ഐനാണ്. എപ്പോ ഇൻ വഖഅത്ത് സുബ്ഹത്തുൻ ലാ യതഖല്ലസു മിൻഹാ ഇല്ലാ ബിമഅരിഫതിഹി, ആ എന്തെങ്കിലും ഒരു സുബ്ഹ ഉണ്ടാവുകയും ആ സുബ്ഹയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇൽമുൽ മന്തിക്ക് പഠിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. എങ്കിൽ ആ ഇൽമുൽ മന്തിക്ക് പഠിക്കൽ ഫർള് ഐനാണ് എന്നാണ് മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നത്. ഇനിയും ധാരാളം കിതാബുകളിൽ അതുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ തന്നെ ഫത്ഹുൽ മുബീനിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ധാരാളം കിതാബുകളിലുണ്ട്. ദീർഘിക്കുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് ഓതൽ ഹറാമാണ് എന്ന് മാത്രമല്ല പറഞ്ഞേ, അത് പഠിപ്പിച്ചു കൊടുക്കൽ ഹറാമാണെന്ന് മാത്രമല്ല, അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് കിട്ടുന്ന ശമ്പളം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കൽ ഹറാമാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ദർസുകളിലേക്ക് സംഭാവന കൊടുക്കൽ ഹറാമാണ്. ഇങ്ങനെ പലജാതി വാക്കുകളാണ് ഈ നേരത്തെ പറഞ്ഞ കുരുവട്ടൂരി സമ്പാദിച്ച ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചത് എന്ന് മാത്രം ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തും.